ഹായ് ഗായ്സ്, റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കുന്ന ചൈനീസ് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വീട്ടിലും അതേപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. ഹായ് ഗീസ്, മൈ നെയിം ഈസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനായി ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ്, ചെറിയ 2 പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് സോൾട്ട്, പെപ്പർ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് മാറ്റി വെക്കുകയാണ്. കുക്ക് ചെയ്ത് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഞാനൊരു 3 പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തയ്യാറാക്കുന്ന 2 പോർഷൻ ഫ്രൈഡ് റൈസ് ആണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് രണ്ടും ഞാൻ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് എളുപ്പമാണ്. അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും റെഡിയാണിപ്പോൾ. ഞാൻ ഈ ഇൻഗ്രീഡിയൻറ്റ് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് അല്പം ആ പ്രോൺ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പ്രോൺ ചോപ്പ് ചെയ്ത് അല്പം ബീൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ചോപ്പ് ഗാർലിക് ആവശ്യമാണ്. അല്പം ചോപ്പ് ഒനിയൻ ആവശ്യമാണ്. ചോപ്പ് ചില്ലി, ചോപ്പ് സ്പ്രിംഗ് ഒനിയൻ, ചോപ്പ് ക്യാപ്സിക്കം, ചോപ്പ് ചിക്കൻ, ഒരു എഗ്ഗ് ആവശ്യമാണ്. നമുക്ക് സ്വീറ്റ് ചില്ലി സോസ് ആവശ്യമാണ്. അല്പം സോയാ സോസ് നമുക്ക് ആവശ്യമാണ്. അല്പം സോൾട്ട് ആവശ്യമാണ്. നമുക്കല്പം വൈറ്റ് പെപ്പർ ആവശ്യമാണ്. അല്പം ഷുഗർ ആവശ്യമാണ്. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അല്പം 1 സ്പൂൺ ഗാർലിക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു, ചെറിയ സ്പൂൺ. അതിനുശേഷം ഞാൻ ചോപ്പ് ചെയ്ത ഒനിയൻ 1 സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ ഒനിയൻ ചേർത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചേർത്താൽ മതി. അത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ 1 സ്പൂൺ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, ഈ ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. അല്പം സ്പ്രിംഗ് ഒനിയൻ, അല്പം വൈറ്റ് ക്യാബേജ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. അല്പം ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അല്പം സോൾട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത ചിക്കൻ പ്രോൺസും നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ട് സോട്ട് ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്ഗ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് മിഡിൽ ഇച്ചിരി സ്പേസ് ഉണ്ടാക്കാം. മിഡിൽ അല്പം സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു എഗ്ഗ് ആ മിഡിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ആ എഗ്ഗ് നന്നായിട്ട് കുക്കാവും. അത് കുക്കായതിന് ശേഷം നമുക്ക് ആ മിക്സർ റെഡിയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 95% മാത്രമേ റൈസ് കുക്കാകാൻ പാടുള്ളൂ. ചൈനീസ് ഫുഡിൻ്റെ പ്രത്യേകത ഓവർ കുക്ക് റൈസ് ആകാൻ പാടില്ല. 95% മാത്രമേ റൈസ് കുക്കാകാൻ പാടുള്ളൂ. അത് നമുക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ചില്ലി സോസ്, 1.5 സ്പൂണ് സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തെങ്കിലും പോരാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാൻ വേണ്ടി. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം അതിനകത്ത് അല്പം എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ അല്പം സോൾട്ടിൻ്റെയും പെപ്പറിൻ്റെയും കുറവായിരുന്നു. ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ അല്പം ഗാർണിഷായിട്ട് അല്പം സ്പ്രിംഗ് ഒനിയൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല ഡിഷുമായി കാണാം. താങ്ക് യു വെരി മച്ച്.